ആദ്യമായിട്ടല്ലല്ലോ സർ ക്ലയൻറ്റ് നമ്മളോട് നുണ പറയുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് എനിക്കൊട്ടും തോന്നിയില്ല ദാറ്റ് ഹി വാസ് ലൈങ്. ഐ എം കൺഫ്യൂസ്ഡ്. ഐ തിങ്ക് നമ്മൾ ഇതിനെ കുറച്ചുകൂടി സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യണം. അവൻ കടന്നു വന്ന കാര്യങ്ങൾ ക്യാൻ ക്രിയേറ്റ് മേജർ സൈക്കോളജിക്കൽ ട്രോമ. ഐ നോ സർ ആൻഡ് ഐ വോണ്ട് ടു ഹെൽപ്പ് ഹിം. ആ വീഡിയോ എന്നെ സ്റ്റിൽ ഡിസ്റ്റർബ് ചെയ്യണം. പക്ഷേ ഇറ്റ്സ് എ മേജർ സെറ്റ് ബാക്ക് ഫോർ അവർ കേസ്. എനിവേസ് അവനെ കണ്ട് മാക്സിമം പെർസ്വേഡ് ചെയ്യണം സർ, വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യണം സർ. ഐ വോണ്ട് ടു വിൻ ദ കേസ് ഫോർ ഹിം. I have no doubt. All right, sir. Talk to you later. Okay. ജോമ, ഞാൻ വർക്കിലാണ്. ഞാൻ നിന്നോട് സംസാരിക്കാൻ വെമ്പി വിളിക്കുന്നതല്ല, എനിക്കൊരു തീരുമാനം അറിയണം. ഇപ്പോഴല്ല, ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം. നിന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണോ? വെച്ചിട്ട് പോടൂ. കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. എബിക്ക് എന്നെ പൂർണ്ണമായ വിശ്വാസമുണ്ടോ? പക്ഷെ എനിക്ക് നിന്നെ വിശ്വാസമില്ല. നിന്റെ കേസ് ഞാൻ എടുക്കുന്നില്ല. ദർ ഇസ് നോ ഹോപ്പ് എബി. കാരണം നീ എന്നോട് പറഞ്ഞത് മുഴുവൻ നുണയാണ്. ഇല്ല മാഡം, ഞാൻ നുണ പറഞ്ഞിട്ടില്ല. മതി, നാടകം മതിയാക്ക്. നീയാണത് ചെയ്തെന്നുള്ളതിൽ വേറെ ആർക്കും യാതൊരു സംശയവുമില്ല. നിന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. അത് ഞാൻ നിർത്തി. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. നടന്ന കാര്യങ്ങൾ സത്യസത്യമായി പറഞ്ഞാൽ മാത്രം ഈ കേസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ലുക്ക് അറ്റ് മീ. നീയല്ലേ ചെയ്തത്? ഞാനല്ല. ഐ ഡോണ്ട് ബിലീവ് യു എബി. സത്യമായിട്ട് ഞാനല്ല. ഞാൻ ആ വീഡിയോ കണ്ടു. അയാൾ നിന്നോട് ചെയ്തതെല്ലാം ഞാൻ കണ്ടു. എബി, ദാറ്റ് വീഡിയോ ഇസ് മോട്ടീവ്. സത്യം പറയാൻ നിനക്ക് വേറെ വഴിയില്ല. നീയല്ലേ അയാളെ കൊന്നത്? നീയല്ലേ അയാളെ കൊന്നത്? നിർത്തടാ നിന്റെ മോങ്ങല്. പേടിച്ചൂറി. നീ ഏതാ? എന്റെ മോളെ നീ ചൊറിയാൻ വന്നേക്കോണോ? നീ ഏതാ? നീ അവന്റെ വക്കീലല്ലേ? അവൻ പറഞ്ഞായിരുന്നു വക്കീല് കളിച്ച് കളിച്ചേക്കനെ തൂക്കിലേറ്റാറായല്ലോ. എബി, അവൻ എവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ട്. നീ ഇനി എന്നോട് സംസാരിച്ചാൽ മതി. ഈ സെറ്റപ്പ് കൊള്ളാലോ. സെല്ലി വെച്ചായിരുന്നു വിളിച്ചെങ്കിൽ എൻ്റെ മോൻ വിവരം അറിഞ്ഞാണ്. ആര് വിളിച്ചിരുന്നെങ്കിൽ? എബിയോ? ഓ, സ്വന്തം നിഴല് കണ്ട ചെക്കൻ നിക്കറിയും ഉള്ളു. അല്ല, വക്കീല് കണ്ടതല്ലേ. ആ പോങ്ങൻ കാരണം ഞാനിപ്പോൾ ഇവിടെ നിന്ന് കിടക്കേണ്ടി വന്നത്. മറ്റേ മോനെ കൊന്നിട്ട് സുഖമായിട്ട് രക്ഷപ്പെടായിരുന്നു. പക്ഷെ നമ്മുടെ പൊട്ടഞ്ഞേക്കൻ നേരെ പോലീസിന് അണ്ണാക്കൂടി ഒന്ന് കയറി കൊടുത്തു. അപ്പോൾ എബിയാണോ അച്ഛനെ കൊന്നത്? ഇത് വക്കീലിൻ്റെ ആദ്യത്തെ കേസാ. അയാളെ കൊന്നത് ഞാൻ. കത്തിയോണ്ട് പള്ളക്ക് കുത്തി ഒറ്റത്തിരി. അവൻ്റെ കണ്ണിൽ നിന്ന് ജീവൻ പോകുന്നത് ഞാൻ കണ്ടു. നീ ആരാ? പരിചയപ്പെടുത്താൻ മറന്നു. റോയ്. വക്കീലെ, ഒരു സിഗരറ്റ് ഉണ്ടാവും? ഞാൻ വലിക്കാറില്ല. ഒരെണ്ണം ഒപ്പിക്കുന്നേ. നോക്കാം. അപ്പോൾ വീഡിയോ എടുത്തത് നിൻ്റെ അല്ലെങ്കിൽ എബിയുടെ അറിവോടെയായിരുന്നോ? ആ വീഡിയോ കിട്ടിയോ? അവനോട് ഞാൻ പറഞ്ഞാണ് അയാളുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന്. എല്ലാം കൈവിട്ടു പോവും. നീ അതായാലും കാണിച്ചോ? ആ വീഡിയോ പുറത്തു വന്നാ നിന്റെ പള്ളക്ക് ഞാൻ കത്തിയേറ്റും.
എബി